ഹായ്, ഞാൻ സ്വാതി, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റാണ്. ഒരു ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റായിട്ട് എൻ്റെ ഒരു ഡേ ഇൻ ലൈഫ് എങ്ങനെയാണ് കാണിച്ചത്. നീറ്റ് എക്സാമിന് പഠിക്കുന്ന സമയത്ത് ഞാൻ ഇന്നും രാവിലെ 4 മണിക്കൊക്കെ എണീച്ച് പഠിക്കുകയായിരുന്നു. പക്ഷേ MBBSന് കയറിയപ്പോൾ തൊട്ട് ഭയങ്കര മടിയായി. പക്ഷേ ഈ ഇയർ ഓൺവേർഡ്സ് ഇറ്റ്സ് മൈ ഡ്രീം ടു വേക്ക് അപ്പ് ഏർലി അഗെയിൻ. സോ ഇന്ന് ഞാൻ രാവിലെ 6 മണിക്ക് എണീച്ചു, ബെഡൊക്കെ വിരിച്ച് കർട്ടനൊക്കെ മാറ്റി സോ ദാറ്റ് ഐ കുഡ് ഗെറ്റ് the fresh morning air into my room. Then വാഷ്റൂമിലൊക്കെ പോയിന്ന് ഫ്രഷായി. ഇറ്റ്സ് ടൈം ഫോർ മൈ സ്കിൻ കെയർ. അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് അപ്ലൈഡ് മൈ സീറം, മോയ്സ്ചറൈസർ ആൻഡ് ലിപ് ബാം. ദാറ്റ്സ് ഓൾ. സോ ഇതാണ് എൻ്റെ ബേസിക് മോർണിംഗ് റുട്ടീൻ. ഇനി നമുക്ക് പഠിക്കാനിരിക്കാം. എ ജെൻറ്റിൽ റിമൈൻഡർ ഫ്രം മീ ടു യു, നിങ്ങൾ നല്ലോണം ഹൈഡ്രേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഡു ഹൈഡ്രേറ്റ് വെൽ. ഇറ്റ്സ് വെരി മച്ച് നീഡഡ് ഫോർ യുവർ ബോഡി. ഞാൻ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് പഠിക്കാൻ പോകുന്ന സമയത്ത് പഠിക്കാനുള്ള തിങ്സ് ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും ടേബിളിൽ നിന്ന് മാറ്റുമ്പം എനിക്ക് കുറച്ച് ലെസ് ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് തോന്നാറുണ്ട്. സോ ഞാൻ ടേബിളൊക്കെ ക്ലീൻ ആക്കി ക്ലാസ് കാണാനിരുന്നു. എനിക്കിപ്പോൾ കറൻ്റ്ലി ഡെർമറ്റോളജി പോസ്റ്റിംഗ് ആണ്. ഓൾമോസ്റ്റ് 1 വീക്കാണ് ഡെർമറ്റ് പോസ്റ്റിംഗ് ഉള്ളത്. അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ഡെർമറ്റിലെ പാപ്പുലോസ്ക്വാമസ് ഡിസീസിൻ്റെ ഒരു ക്ലാസ് കണ്ടു. അതിൽ മെയിനായിട്ട് സോറിയാസിസിനെ കുറിച്ചാണ് പഠിച്ചത്. സോറിയാസിസ്, അതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. മെസ്കട്ട് ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പഴവും പാലും മുട്ടയൊക്കെ വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തു. നമുക്ക് 8:15 ക്ലാസ് തുടങ്ങുക. അപ്പോൾ 8:15 ആകുമ്പോഴേക്കും നമുക്ക് കോളേജിലെത്തണം. ഞാനിപ്പോൾ നിൽക്കുന്നത് SRQ എന്ന് പറയുന്ന ഒരു ഹോസ്റ്റലിലാണ്. കോളേജിൽ നിന്ന് കുറച്ചധികം നടക്കാനുണ്ട് ഈ ഹോസ്റ്റലിലോട്ട്. സോ രാവിലെയൊക്കെ വണ്ടിയിൽ പോകുന്നതായിരിക്കും എളുപ്പം. ഇപ്പോൾ നമ്മളൊരു 5 മിനിറ്റിൽ കോളേജിലെത്തി. ഡെർമറ്റ് പോസ്റ്റിങ്ങിൽ മോർണിംഗ് 8:15 to 9:15 ഒരു തിയറി ക്ലാസ് ഉണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ ഡെർമറ്റ് OPയിൽ പോയിട്ട് കേസസ് കാണാനാണ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിത് ആ ക്ലാസ്സിൽ തിയറി ക്ലാസ്സിന് വേണ്ടിയിട്ട് മാം വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ് കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡേഴ്സിനെ കുറിച്ചായിരുന്നു. അതിൽ നമ്മൾ മെയിനായിട്ട് SLE, അതായത് സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമറ്റോസിസിൻ്റെ സ്കിൻ ലീഷൻസിനെ കുറിച്ചൊക്കെയാണ് പഠിച്ചത്. ക്ലാസ് കഴിഞ്ഞു. നമ്മളെല്ലാവരും വൈറ്റ് കോട്ടൊക്കെ ഇട്ട് ഇനി OPയിലോട്ട് പോകാൻ നോക്കുകയാണ്. യൂഷ്വലി OPയിൽ നിന്ന് നമ്മൾ കുറേ കേസസ് കാണും. ഇനി കേസസ് ഇല്ലാത്ത സമയത്ത് നമ്മുടെ ഫാക്കൽറ്റീസ് നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു തരും. ഇടയ്ക്കൊക്കെ നമ്മൾ സ്റ്റുഡൻസും ഇങ്ങനെ കമ്പൈൻഡ് ആയിട്ട് പഠിക്കും. പക്ഷേ ഞാൻ ഈ ഡേ ഇൻ ലൈഫ് എടുക്കുന്ന ദിവസം ഒരു ബന്ദ് നടക്കുമായിരുന്നു. സോ പേഷ്യൻസ് ഒക്കെ ഭയങ്കര കുറവായിരുന്നു. അന്നത്തെ OPയിൽ അങ്ങനെ കാര്യമായിട്ട് ആൾക്കാരുണ്ടായിരുന്നില്ല. പോസ്റ്റിങ്ങിൻ്റെ ഇടയിൽ നമുക്കൊരു 10 മിനിറ്റ്സ് ടീ ബ്രേക്ക് കിട്ടും. അപ്പോൾ ഞങ്ങൾ കഫേ 52 പോയി. ഇറ്റ്സ് വൺ ഓഫ് മൈ ഫേവറേറ്റ് സ്പോട്സ് ഇൻ ആ കോളേജ്. പോയിട്ട് ഇതാ കപ്പയും ചമ്മന്തിയൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ OPയിലോട്ട് തിരിച്ചു പോവാണ്. ആൻഡ് ഇതാണ് CMCയുടെ ക്ലാസിക് ആയിട്ടുള്ള ക്ലോക്ക് ടവർ. ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്റ്റലിൽ പോവാണ്. ഹോസ്റ്റലിലെത്തി. ഞാനിപ്പോൾ നിൽക്കുന്ന ഹോസ്റ്റലിൽ കുറച്ച് ഹൈടെക് ആണ്. നമുക്ക് ലിഫ്റ്റൊക്കെ ഉണ്ട്. എനിവേസ് ആസ് സൂൺ ആസ് പോസിബിൾ ഞാനൊരു ഹോസ്റ്റൽ ടൂറും റൂം ടൂറൊക്കെ ചെയ്യാം കേട്ടോ. ഇന്ന് 2 to 3 നമുക്കൊരു തിയറി ക്ലാസ് ഉണ്ട്. സോ പുറത്തുനിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങി നടന്നു കോളേജിലോട്ട്. ENTയുടെ ക്ലാസ് ആയിരുന്നു. ഹിയറിംഗ് എയ്ഡ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിപ്പിച്ചത്. മെഡിക്കൽ കോളേജിൽ നിങ്ങൾ കൺസൾട്ട് ചെയ്യാൻ വരുന്ന ഡോക്ടേഴ്സാണ് നമ്മുടെ ഫാക്കൽറ്റീസ്. അങ്ങനെ ക്ലാസ് കഴിഞ്ഞു, തിരിച്ച് ഹോസ്റ്റലിലെത്തി. ഞാനൊരു 2 hours ഒരു വീഡിയോ എഡിറ്റ് ചെയ്തു. ആൻഡ് ഇത് എൻ്റെ റൂമിലത്തെ ജനലിൽ കൂടെ കാണുന്ന സൺസെറ്റാണ്. എനിക്കെൻ്റെ റൂം ഭയങ്കര ഇഷ്ടമാണ്. സിൻസ് ജസ്റ്റ് ഒന്ന് ജനൽ തുറന്നാൽ ഐ ക്യാൻ സീ ദ ബ്യൂട്ടിഫുൾ സ്കൈ, ദ ക്ലൗഡ്സ്, ദ സ്റ്റാർസ്, മൂൺ, സൺസെറ്റ്, ഇതൊക്കെ കാണാൻ പറ്റും. ആൻഡ് ഇത് നമ്മുടെ റൂമിൻ്റെ തന്നെ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നതാണ്. ഈവനിങ് വരെ ദിസ് ഡേ വാസ് ഓൾ സ്മൂത്ത് ആൻഡ് ഐ വാസ് സോ ഹാപ്പി.
ബട്ട് ടു ബി ഓണസ്റ്റ് ഈവനിങ് ആയ സമയത്ത് എനിക്ക് എന്തോ മൂഡ് ഓഫ് പോലെ തോന്നിയപ്പോൾ ഐ ജസ്റ്റ് ടുക്ക് മൈ ഇയർഫോൺസ് ആൻഡ് ഫോൺ ആൻഡ് ദെൻ വെൻറ്റ് ഫോർ എ വോക്ക്. ഞാനിങ്ങനെ നമ്മുടെ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിലത്തെ റോഡിൽ കൂടെ വെറുതെ പാട്ടും കേട്ട് നടന്നു. ഞാനിങ്ങനെ നടക്കുമ്പോൾ ഈ 2 കുഞ്ഞുങ്ങൾ സ്കേറ്റിങ് ചെയ്യായിരുന്നു. അപ്പോൾ ഞാനും അവരുടെ അടുത്ത് ചോദിച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ എനിക്ക് പറ്റുന്ന പണിയല്ല എന്ന് കണ്ടപ്പോൾ ഞാൻ നിർത്തി തിരിച്ച് നടക്കാൻ തുടങ്ങി. ഹോസ്റ്റലിൽ തിരിച്ചെത്തി കുറച്ച് നേരം ഞാൻ രാവിലെ കണ്ട പാപ്പുലോസ് സ്ക്വാമസ് ഡിസീസിൻ്റെ നോട്ട്സ് ഒന്ന് വായിച്ചു നോക്കി. സോറിയാസിസ് ഒക്കെ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്തു. ദെൻ ഇറ്റ്സ് ടൈം ടു ഗോ ടു ജിം. ഒരു 8:30-9 മണി സമയത്താണ് ഞാൻ ജിമ്മിൽ പോകാറ്. ചില ദിവസം മോർണിംഗ് പോവും. ഇന്ന് എനിക്ക് ഫുൾ ഡേ ആണ്. ഞാനും എൻ്റെ റൂംമേറ്റ് നൂറയും കൂടെയാണ് പോകാറുള്ളത്. ഞാൻ സത്യത്തിൽ ജിമ്മിൽ പോകാനൊരു മടിച്ചിയാണ്. ഓരോ എക്സ്ക്യൂസ് കണ്ടെത്താൻ നോക്കും. പക്ഷേ ഞാൻ തന്നെ എന്നെ കഷ്ടപ്പെട്ട് പുഷ് ചെയ്തിട്ട് മാക്സിമം പോകാൻ വേണ്ടി നോക്കും. ജിമ്മിൽ നിന്ന് വന്ന് കഴിഞ്ഞതും ഞാനൊരു 10 മിനിറ്റ്സ് റെസ്റ്റ് എടുത്തിട്ട് എൻ്റെ പ്രോട്ടീൻ പൗഡർ ഷേക്ക് ഉണ്ടാക്കും. ഞാൻ യൂസ് ചെയ്യുന്ന പ്രോട്ടീൻ പൗഡർ മസിൽ ബ്ലേസിൻ്റെ ബയോസൈൻ ഗോൾഡ് 100% വേ ആണ്. പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ ഡയറ്റിൻ്റെ ഒരു എസെൻഷ്യൽ പാർട്ടാണ്. ഞാൻ എപ്പോഴും ഹോൾ ഫുഡ്സിൽ കൂടെ തന്നെയാണ് എൻ്റെ പ്രോട്ടീൻ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാൻ നോക്കാറ്. എന്നാൽ ഇപ്പോൾ ജിമ്മിലൊക്കെ പോകുന്നത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ റെഗുലറായിട്ട് വർക്കൗട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഹോൾ ഫുഡ്സിൽ കൂടെ മീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതും ഒരു ഓപ്ഷനാണ്. പക്ഷേ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് എടുക്കുന്ന സമയത്ത് വി ഷുഡ് ബി വെരി കെയർഫുൾ ദാറ്റ് അഡൾട്രേഷൻ ഈസ് എ മേജർ കൺസേൺ ഇൻ ദ മാർക്കറ്റ്. സോ നിങ്ങളൊരു പ്രോട്ടീൻ പൗഡർ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ക്ലീൻ ആയിട്ടുള്ള, റിലയബിൾ ആയിട്ടുള്ള, ഡൈജസ്റ്റ് ചെയ്യാൻ ഈസി ആയിട്ടുള്ള, അതായത് ബ്ലോട്ടിങ്ങോ ഗ്യാസോ ഒന്നും കോസ് ചെയ്യാത്ത ഒരു പ്രോട്ടീൻ പൗഡർ എടുക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. ഞാൻ പേഴ്സണലി കഴിഞ്ഞ 2 months ആയിട്ട് യൂസ് ചെയ്യുന്നത് മസിൽ ബ്ലേസിൻ്റെ ബയോസൈൻ ഗോൾഡ് 100% വേ പ്രോട്ടീൻ ആണ്. ഇറ്റ്സ് കൈൻഡ് ലൈറ്റ് ഓൺ ദ ഗട്ട് ആൻഡ് ബ്ലോട്ടിങ്, ഗ്യാസ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ മസിൽ ബ്ലേസ് FDA അപ്രൂവ്ഡ് ഒക്കെ ആയതുകൊണ്ട് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത് MBയുടെ വേ പ്രോട്ടീൻ ആണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് 10 മണിയായി. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു ട്രീറ്റിന് വേണ്ടിയിട്ട് പുറത്ത് പോകാൻ നോക്കുകയാണ്. അത് കഴിഞ്ഞ് വന്നിട്ട് കിടന്നുറങ്ങും. വീണ്ടും ഇതേപോലെ ഒരു ദിവസം നാളെ ഉണ്ടാവും. ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ MBBS ആക്ച്വലി ഗോസ് ഓൺ. ഫൈനൽ ഇയർ കയറിയ സമയത്ത് തന്നെ ഞാൻ D ബാച്ച് ആയതുകൊണ്ട് എനിക്ക് ആദ്യം മൈനർ പോസ്റ്റിങ്സ് ആയിരിക്കും. മൈനർ പോസ്റ്റിങ്സിൻ്റെ എക്സാമ്പിളാണ് ENT, ഒഫ്താൽമോളജി, ഞാനിപ്പോൾ ഉള്ള ഡെർമറ്റോളജി, ഇങ്ങനത്തെ സബ്ജക്ട്സ് ഒക്കെ. അത് കഴിഞ്ഞാൽ എനിക്ക് മേജർ പോസ്റ്റിങ്സ് തുടങ്ങും. അതായത് ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഗൈനക്കോളജിലൊക്കെ ഒരു 25 days ലേബർ റൂം പോസ്റ്റിംഗ് ഒക്കെ വരും. ആൻഡ് യാ, മോർ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോസ്റ്റിങ്സ് ആർ ഓൺ ദ വേ. ആസ് എ ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻറ്റ് സ്റ്റഡീസിനൊക്കെ കൂടുതൽ ഫോക്കസും ഇമ്പോർട്ടൻസും ഒക്കെ കൊടുക്കേണ്ട സമയമായി. ബട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഐ ഹാവ് ടു സംഹൗ ബാലൻസ് മൈ പാഷൻ with studies, and I hope you guys have enjoyed this video. Even for me ഇതൊരു നല്ലൊരു കാം ഡേ ആയിരുന്നു. ആൻഡ് വൺ തിങ് ഐ ഹാവ് ടു സേ, എൻ്റെ എല്ലാ ദിവസവും ഇങ്ങനെയൊന്നുമല്ല. സം ഓഫ് ദ ഡേയ്സ് ലുക്ക് ലൈക്ക് ദസ്. ചില ദിവസം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഫൈനൽ ഇയർ ആയതുകൊണ്ട് തന്നെ ഡെയിലി എന്തെങ്കിലുമൊക്കെ പഠിച്ചു പോകണം എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഫസ്റ്റ് ഇയർ ഒക്കെ പഠിക്കുന്ന സമയത്ത് എക്സ്ട്രീംലി സ്ട്രെസ്ഡ് അബൌട്ട് സ്റ്റഡീസ് ആയിരുന്നു. അതായത് ഞാൻ പ്രോപ്പറായിട്ട് പഠിക്കുന്നുമില്ല, എന്നാൽ MBBS ഭയങ്കര പാടാണ്, എന്നെക്കൊണ്ട് പറ്റുന്നില്ല, വേറൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെ ആലോചിച്ച് എപ്പോഴും സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്നു. സോ ദാറ്റ് എനിക്ക് എപ്പോഴും ഒരു റിലക്റ്റൻസ് ആയിരുന്നു പഠിക്കാനൊക്കെ വേണ്ടിയിട്ട്. പക്ഷെ ഓവർ ദ ടൈം ഐ ആക്സെപ്റ്റഡ് ദാറ്റ് ഞാൻ എന്തായാലും MBBSൽ കയറി. സോ ഐ ഹാവ് ടു സർവൈവ് ഹിയർ. എങ്ങനെയെങ്കിലുമൊക്കെ പഠിക്കണം, ആവുന്നത്രയും പഠിക്കുക. ആ ഒരു രീതിക്ക് ലൈക്ക് മൈൻഡ് സെറ്റ് ഷിഫ്റ്റായി. ആൻഡ് ഇപ്പം എനിക്കുള്ള ഒരു ആഗ്രഹം എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് പഠിച്ചു പോകണം. അതിൻ്റെ കൂടെ തന്നെ ഫിറ്റ്നസ് ഒക്കെ നല്ലോണം നോക്കണം, നല്ല ഹെൽത്തി ആയിട്ടിരിക്കണം, എൻ്റെ പാഷനൊക്കെ ചെറിയ രീതിയിലെങ്കിലൊക്കെ ഫോളോ ചെയ്യാൻ പറ്റണം. കാരണം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, വൺസ് വി എൻ്റർ MBBS അല്ലെങ്കിൽ മെഡിക്കൽ കരിയറിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓരോ വർഷം കൂടുന്തോറും നമ്മൾ കൂടുതൽ ഹെക്റ്റിക് ആവുകയാണ്. നമ്മൾ ഈ ഒരു കരിയറിലേക്ക് കൊടുക്കേണ്ട ടൈമും എഫേർട്സും ഒക്കെ ഓരോ ഇയർ കൂടുന്തോറും കൂടിക്കൂടി വരികയാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഒരു പാഷൻ ഉണ്ടായിട്ട് ഓക്കെ ഞാൻ MBBS കഴിഞ്ഞിട്ട് അത് ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ MD കഴിഞ്ഞിട്ട് ഒന്ന് സെറ്റിലായിട്ട് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു നിന്നാൽ നമുക്ക് ഒരിക്കലും അത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഓരോ ഇയർ കൂടുന്തോറും നമ്മൾ ഇടേണ്ട എഫേർട്സും ടൈമും ഒക്കെ കൂടിക്കൂടി വരികയാണ്. ഓവർ ദി ഇയേഴ്സ് ഞാനായിട്ട് മനസ്സിലാക്കിയൊരു കാര്യമാണ്, അത് ശരിയാവണം എന്നൊന്നുമില്ല. സോ നമുക്ക് എന്തെങ്കിലും പാഷനൊക്കെ ഉണ്ടെങ്കിൽ, ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, സ്റ്റഡീസിൻ്റെ കൂടെ ചെറുതായിട്ട് അതിന് വേണ്ടിയിട്ടും ടൈം കണ്ടെത്താമെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. സോ ദാറ്റ് 2 ദിവസം മുന്നേ ഐ ജോയിൻഡ് എ ഭരതനാട്യം ക്ലാസ്. ബിക്കോസ് എൻ്റെ ചൈൽഡ്ഹുഡ് തൊട്ടേ ഉള്ളൊരാഗ്രഹമായിരുന്നു ഡാൻസ് പഠിക്കണം എന്നുള്ളത്. ഞാൻ ചെറുങ്ങനെ വരയ്ക്കും. അപ്പോൾ ചെറുപ്പത്തിൽ ഒരു 5 to 6 years ഡ്രോയിങ്ങിൻ്റെ ക്ലാസ്സിന് പോയിരുന്നു.
അപ്പോൾ അതേ ടൈമിലായിരുന്നു ഞാൻ ജോയിൻ ചെയ്ത ഡാൻസ് ക്ലാസ്സും. അപ്പോൾ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് ചെറുപ്പം തൊട്ടേ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു ആഗ്രഹമായിരുന്നു ഡാൻസ് പഠിക്കണം. എസ്പെഷ്യലി ഓരോ കലോത്സവമൊക്കെ വരുന്ന സമയത്ത് എനിക്കതിങ്ങനെ അയ്യോ ഞാനത് ചെയ്തില്ലല്ലോ, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിട്ട് ഞാൻ അതിനുവേണ്ടി ഒന്നും നോക്കുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടം എപ്പോഴും ഉള്ളിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ വെച്ചാൽ ഞാൻ എന്തിനാ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്? ഇഫ് ഐ ഹാവ് അങ്ങനെ ഒരു ആഗ്രഹം, ഒരു ഡ്രീം, വീക്കിലി ഒരു ചെറിയ ടൈം അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് എന്താണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല ഇസ് ഇറ്റ് ദ റൈറ്റ് തിങ് ഫോർ എവ്രി വൺ, ബട്ട് ഫോർ മീ എനിക്ക് അങ്ങനെ തോന്നുന്നു. സോ ഈ വീഡിയോയുടെ ഒരു എൻഡിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു മെസ്സേജ്, നിങ്ങളിപ്പോൾ അത്രയ്ക്കും ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു വർക്കാണ് ചെയ്യുന്നതുണ്ടെങ്കിൽ കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പാഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറേ കാലമായിട്ട് നിങ്ങൾ തുടങ്ങണം എന്ന് വിചാരിച്ച എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലുണ്ടെങ്കിൽ സ്റ്റാർട്ട് ഇറ്റ് നൗ. കാരണം നാളെ നമ്മൾ ഉണ്ടാവുമെന്ന് പോലും പറയാൻ പറ്റാത്തൊരു വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. സോ എന്തെങ്കിലും പാഷനൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് കുറച്ച് ടൈം മാറ്റി വെച്ചാൽ നല്ലതായിരിക്കും. ബട്ട് ഇറ്റ്സ് നോട്ട് എൻ അഡ്വൈസ് ഫോർ നീറ്റ് ആസ്പിറൻസ്. നിങ്ങൾ എസ്പെഷ്യലി ആ ഒരു ലാസ്റ്റ് ലാപ്പ് ഓഫ് നീറ്റ് പ്രിപ്പറേഷനിൽ എത്തിയിരിക്കുന്ന ടൈമാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് പാഷനൊക്കെ വേറെ ആണെങ്കിൽ പോലും നിങ്ങളുടെ മാക്സിമം ഫോക്കസ് നീറ്റ് സ്റ്റഡീസിലോട്ട് തന്നെ കൊടുക്കാൻ നോക്കാം. അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എനിക്ക് നിങ്ങൾ തരുന്ന സപ്പോർട്ടിനും നല്ല കമൻസിനും ലൈക്കിനും ഒക്കെ ഒരുപാട് നന്ദി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ യുവർ തോട്ട്സ്. ഐ വുഡ് ബി സോ ഹാപ്പി ടു റീഡ് ദിസ് ബിക്കോസ് ഐ ഹാവ് പുട്ട് എ ലോഡ് ഓഫ് എഫേർട്സ് ടു ഷൂട്ട് ദിസ്, edit this and upload it. So once again, thank you so much. Bye.